ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം ഹിൽ ടോപ്പിലേക്കുള്ള ഒരു ട്രക്കിങ്ങിന്റെ വിശേഷങ്ങളാണ്. കാസർഗോഡ് ജില്ലയിലെ പനത്തടി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സൗന്ദര്യം വഴിയുന്ന ഒരു മലയാണ് റാണിപുരം. മഴക്കാലത്ത് കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന റാണിപുരം ഹിൽസിന്റെ ഭംഗി ഊട്ടിയുടെ പ്രകൃതി ഭംഗിയോട് അടുത്തു നിൽക്കുന്നതാണ്. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റാണിപുരം ഹില്ലിന്റെ എൻട്രൻസ് പോയിന്റിൽ എത്തിയാൽ വനം വകുപ്പിന്റെ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം ട്രക്കിംഗ് തുടങ്ങാൻ. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വരുന്നവർക്ക് കാടും പുൽമേടുകളും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ ഒരു കംപ്ലീറ്റ് ട്രക്കിംഗ് പാക്കേജാണ് റാണിപുരം എന്ന് പറയാം. പിന്നെ കയറ്റം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യത്തിനുള്ള വെള്ളം കരുതാൻ മറക്കരുത്. താഴെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തന്നെ ബോട്ടിൽ വാട്ടർ കിട്ടും. പിന്നെ കംപ്ലീറ്റ്ലി ഇക്കോ ഫ്രണ്ട്ലി പ്ലേസ് ആയതുകൊണ്ട് പ്ലാസ്റ്റിക് കവറിലുള്ള സ്നാക്സ് ഒന്നും മുകളിലേക്ക് കയറ്റിയിട്ടില്ല. റാണിപുരത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാൻ മഴക്കാലത്താണ് പോയേണ്ടത്. അപ്പോഴാണ് പച്ചയെടുത്ത് കോടമഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന റാണിപുരം മലനിരകളെ കാണാൻ സാധിക്കുക. കൂർഗ് മലനിരകളോട് ചേർന്നാണ് റാണിപുരം സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്ത് ആനകൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വൈകിട്ട് 4:30-5 മണി കഴിയും മുമ്പ് മല കയറി എല്ലാവരും ഇറങ്ങിയിരിക്കണം. നടന്നു ക്ഷീണിച്ചപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞതാണെങ്കിൽ ഒരു തണ്ണീർപ്പന്തൽ കണ്ടത് വലിയ ആശ്വാസമായി. അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് റാണിപുരം പീക്ക് വ്യൂ കാണാൻ വീണ്ടും കയറി. പലതരം ഔഷധ വൃക്ഷങ്ങളും മറ്റും നിറഞ്ഞ കാട്ടുവഴിയിലൂടെയുള്ള യാത്ര ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല തണുപ്പും ചീവലിന്റെ ശബ്ദവും. അതിനുശേഷം പുൽമേടുകളിലൂടെയുള്ള യാത്ര. ഇവിടെയാണ് മഴക്കാലത്ത് വരേണ്ടതിന്റെ ആവശ്യം മനസ്സിലായത്. പിന്നെ ഒരു കാര്യം, ഈ തെളിഞ്ഞ വെയിലിൽ മാത്രമേ നമുക്ക് അടുത്തുള്ള മലനിരകളുടെയും താഴ്വാരത്തിന്റെയും ക്ലിയർ ആയ ഒരു വ്യൂ കിട്ടൂ. ഏകദേശം പീക്കിലെത്താനായി. താഴേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത സ്ഥലം കണ്ടു. അവിടെ ഒരു ചുവന്ന പൊട്ട് പോലെ കാറും. ഇപ്പൊ നടന്നു കയറിയ ദൂരത്തിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. അങ്ങനെ ഏറ്റവും മുകളിലെത്തി. തണുത്ത കാറ്റും ചെറിയ കോടമഞ്ഞുമുള്ള ഈ മലമുകളിൽ ചെറിയ ചെറിയ മരങ്ങളുടെ തണലിൽ നമുക്ക് വേണ്ടുവോളം വിശ്രമിക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ ട്രക്കിങ്ങിന്റെ പ്രധാന ആകർഷണം. ഒരുപാട് ആളുകൾ മല കയറുന്നുണ്ടായിരുന്നു. ഉത്സാഹത്തോടെ കയറുന്ന ചെറിയ കുട്ടികൾ, സാരിയും പർദ്ദയും ഒക്കെ ധരിച്ച് ഒറ്റയ്ക്ക് മല കയറുന്ന സ്ത്രീകൾ, ഒരു 75 വയസ്സ് തോന്നുന്ന ഒരു അമ്മമ്മ. ഇവരെയൊക്കെ കണ്ടപ്പോൾ സുഖമായി വാഹനത്തിലിരുന്ന് ചെയ്യുന്ന യാത്രയേക്കാൾ അല്പമെങ്കിലും അഡ്വഞ്ചറസ് ആയ ശ്രമകരമായ ഇത്തരം യാത്രകൾ ഇടയ്ക്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. തീർച്ചയായും അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. മുകളിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ കരുതിയിരുന്ന വെള്ളമൊക്കെ തീർന്നു. ദാഹിച്ചു വന്നപ്പോൾ ഒരു സംഭാരക്കട കണ്ടു. ഞങ്ങൾ മല കയറിയപ്പോൾ ഈ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. വെള്ളം കണ്ട ആവേശത്തിലാണ് കുട്ടൂസി ഓടുന്നത്. അവിടുത്തെ സംഭാരം വാങ്ങി കുടിച്ചപ്പോഴാണ് ഒരു ആശ്വാസമായത്. സംഭാരം എന്നൊക്കെ പേരേ ഉള്ളൂ, എന്നാൽ ആ നേരത്തെ അതെങ്കിലും കിട്ടിയതിന് മനസ്സുകൊണ്ട് ആ ചേട്ടനോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ മലയിറങ്ങി. മഴക്കാലത്ത് പച്ചപ്പിൽ മുങ്ങി മഞ്ഞു മൂടി നിൽക്കുന്ന റാണിപുരം കാണാൻ ഒരു വരവ് കൂടി വരണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു.
റാണിപുരം പീക്സ് കണ്ട് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പ് അങ്ങ് പീക്കിലെത്തിയിരുന്നു. ആദ്യം കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് തീരുമാനിച്ച് വണ്ടി എടുത്തു. ഈ മെനു കണ്ടപ്പോഴേക്കും വണ്ടി അങ്ങ് സൈഡാക്കി. പക്ഷെ ഇതൊരു കള്ള് ഷാപ്പാണേ, ഫാമിലിയൊക്കെ വരുന്ന ഷാപ്പാണ്. ഞാനാണെങ്കിൽ ഇതുവരെ ഷാപ്പിലെ കറിയൊന്നും കഴിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഇവിടെ തന്നെ കയറാം. ഇവിടെ ഫാമിലിക്ക് വേറെ സീറ്റിംഗ് ഒക്കെ ഉണ്ട്. ചിക്കനും ബീഫും മുയലും ഒക്കെ ഓർഡർ ചെയ്തു. മുയലിറച്ചി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എല്ലാം സൂപ്പർ. അപ്പോൾ റാണിപുരം യാത്രയുടെ വിശേഷങ്ങൾ കേട്ടല്ലോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ, ടേക്ക് കെയർ.